ഭീകരതയുടെ ആഗോള പ്രഭാവ കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. കരാറുകളുടെ പവിത്രതയെക്കുറിച്ച് പറയുന്നതിന് മുൻപേ തന്നെ മനുഷ്യജീവന്റെ പവിത്രത അത് ഉയർത്തിപ്പിടിക്കാൻ പാകിസ്ഥാൻ പഠിക്കണം. ഭീകരതയെ ഭരണകൂട നയമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാൻ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യരല്ല. 3 യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച പാകിസ്ഥാന് ജലകരാറിലെ ഗുണഫലങ്ങൾ അത് അനുവദിക്കാൻ ഒരു കാലത്ത് പോലും അർഹതയില്ലാത്തവരാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള വേദിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക ജലദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടന്ന UN സമ്മേളനത്തിനാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി തന്നെ റദ്ദാക്കിയതിനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധി ഹരീഷ് പർവതനേനി അവിടെ സംസാരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം, അതായത് അവർക്ക് ഒരു തുള്ളി വെള്ളം ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും കൊടുക്കില്ല എന്ന പിടിവാശി, ആ ഒരു കടുംപിടുത്തം അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിവിടെ എടുത്തുയർത്തിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീകരതയെ ഭരണകൂട നയമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാൻ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരിക്കൽ പോലും യോഗ്യരല്ല എന്ന് ഇന്ത്യ തുറന്നടിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. 3 യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച പാകിസ്ഥാന് ജലകരാറിലെ ഗുണഫലങ്ങൾ അത് അനുഭവിക്കാൻ പോലും അർഹരല്ല. 1960 ഒപ്പിട്ട സിന്ധു നദീജല കരാർ നല്ല വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ത്യ തുടർന്നത്. എന്നാൽ ദശാബ്ദങ്ങളായി തന്നെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ആ വിശ്വാസം തകർത്ത് തരിപ്പണമാക്കി. പാകിസ്ഥാൻ അവിടെ വലിയ രീതിയിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നും ഭീകരവാദത്തിനുള്ള പിന്തുണ എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്നതാണ് ഇവിടെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ പരിഷ്കരിക്കുവാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളോട് പാകിസ്ഥാൻ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥാ വ്യതിയാനവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ കരാറിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും ഇന്ത്യ ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭീകരതയുടെ ആഗോള പ്രഭാവ കേന്ദ്രമായി തന്നെ പാകിസ്ഥാൻ മാറിയെന്നും കരാറുകളുടെ പവിത്രതയെക്കുറിച്ച് പറയുന്നതിന് മുൻപേ തന്നെ മനുഷ്യജീവന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ പാകിസ്ഥാൻ ഒരിക്കൽ പോലും പഠിക്കുന്നില്ലല്ലോ എന്ന പരിഹാസമാണ് ഇവിടെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ജലസംരക്ഷണ പദ്ധതികളെ ആഗോളവേദിയിൽ ഇന്ത്യ ഉയർത്തിക്കാട്ടിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി എന്ന നേട്ടം ഇന്ത്യ കൈവരിച്ചത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നതും ഇവിടെ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു. ഉന്നത തലത്തിലുള്ള നയതന്ത്ര വേദിയെ ഉഭയകക്ഷി തർക്കങ്ങൾക്കായി തന്നെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഈ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഈ ഒരു കടുത്ത നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.